പത്രങ്ങളെ നിരോധിച്ച് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കുകയാണ് ഇസ്രായേൽ. അലക്സയിലെ തങ്ങളുടെ കടന്നുകയറ്റവും ചെയ്തികളും ലോകം അറിയരുത് എന്നാണ് അവരുടെ ആഗ്രഹം. വേൾഡ് ഇൻ വേർഡ്സിൽ ആദ്യ വിശകലനം പത്രങ്ങളെ പേടിക്കുന്ന ഇസ്രായേലിനെ കുറിച്ചാണ്. ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ജനം എങ്ങനെയായിരിക്കും നോമ്പിനെ സ്വീകരിക്കുന്നത് എന്ന് സുഡാനിലെ വാർത്തകൾ അവലോകനം ചെയ്യുകയാണ് രണ്ടാമത്. അവസാനമായി മൊസാംബിക്കിനെ തകർത്ത് കളയുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ചും. പത്രപ്രവർത്തകരെ കൊല്ലുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളെ ഇല്ലാതാക്കുക എന്നത് ഭാരിച്ച ഒരു ജോലിയൊന്നുമല്ല. അധിനിവേശ കിഴക്കൻ ജെറൂസലേമിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 5 ഫലസ്തീൻ മാധ്യമ ഗ്രൂപ്പുകളെയാണ് ഇത്തവണ ഇസ്രായേൽ നിരോധിച്ചിരിക്കുന്നത്. ഇസ്രായേൽ യുദ്ധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഖുദ്സ് പ്ലസ്, മിറാജ്, അൽ മെയ്ദാൻ, അൽ ഖുദ്സ്, അൽ ആസിമ ഏജൻസി എന്നിവയാണ് നിരോധിച്ചിരിക്കുന്നത്. ആസിമ ഏജൻസി തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതായി വാർത്ത നൽകിയിട്ടുണ്ട്. ജെറൂസലേമിലെ തങ്ങളുടെ പത്രപ്രവർത്തകരെ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ നടപടിയെന്ന് ഇവർ പറയുന്നു. റമദാൻ മാസത്തിൽ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് ഹമാസ് ജെറൂസലേമിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറെടുക്കുന്നു എന്നാരോപിച്ചാണ് ഈ നിരോധനം. വെബ്സൈറ്റുകളെ തങ്ങളുടെ മുന്നേറ്റ സഖ്യങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസ് പ്രവർത്തിക്കുന്നുവെന്ന വെറും ആരോപണം മാത്രമാണ് ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റ് നിരോധനത്തിന് കാരണമായി പറയുന്നത്. ഒരു തെളിവ് പോലും ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. ജെറൂസലേമിൽ അലക്സ പള്ളിയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് ഇത്തരമൊരു നീക്കം അവർ നടത്തിയിരിക്കുന്നതെന്നും നിരീക്ഷകർ പറയുന്നുണ്ട്. നോമ്പുകാലത്ത് വിശ്വാസികൾ പള്ളിയിലെത്തുന്നത് തടയാനും അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് ഈ നടപടികൾ സൂചിപ്പിക്കുന്നത്രേ. അലക്സ പള്ളിയിൽ ആളുകൾ വരുന്നതിനെതിരെ റമദാൻ ആയതോടെ കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ കടന്നിരുന്നു. റമദാനിൽ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കുള്ള രേഖാമൂലമുള്ള അനുമതിയുമായി എത്തിയ ആയിരക്കണക്കിന് ആളുകളെ ഇസ്രായേൽ തടയുകയും തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. നേരത്തെ അലക്സയിൽ ഇമാമിനെയും ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 1967 കിഴക്കൻ ജെറൂസലേമിലേക്ക് അധിനിവേശം നടത്തിയ ശേഷം ഇസ്രായേൽ പടിപടിയായി പള്ളി കൈയടക്കാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക് വഖഫിന്റെ ഉദ്യോഗസ്ഥർ അലക്സ പള്ളിയും പരിസരവും സംരക്ഷിക്കുന്നതിൽ നിന്ന് തടയുന്ന തരത്തിൽ ജൂത കുടിയേറ്റക്കാരും ഇസ്രായേലി സൈന്യവും ചേർന്ന് ഒട്ടനവധി കടന്നുകയറ്റങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോഴത്തെ നിരോധനത്തിന് ദിവസങ്ങൾ മുൻപ് തന്നെ ഇസ്രായേൽ പത്രപ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തു തുടങ്ങിയിരുന്നു. ജെറൂസലേമിൽ പ്രവർത്തിക്കുന്ന ഫലസ്തീനി പത്രപ്രവർത്തകയായ നിസ്രീൻ സലീം അൽ-അബദിനെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു. 10 ദിവസത്തേക്ക് വീട്ടുതടങ്കലിലായിരിക്കും. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കരുത്. 180 ദിവസത്തേക്ക് അലക്സ പള്ളി പരിസരത്ത് വരരുത് തുടങ്ങിയ നിബന്ധനകളോടെയാണ് അവരെ വിട്ടയച്ചത് എന്ന് അഭിഭാഷകൻ പറയുന്നു. യുദ്ധം, ആഭ്യന്തര സംഘർഷം, പട്ടിണി, പലായനം ഇവയ്ക്ക് നടുവിൽ ഒരു രാജ്യത്ത് ജനങ്ങൾ എങ്ങനെയായിരിക്കും കഴിയുന്നുണ്ടാവുക? അവരുടെ നോമ്പുകാലം എങ്ങനെയുണ്ടായിരിക്കും? സുഡാനിലെ വാർത്തകളിലേക്ക് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഗൗരവം വളരെ വേഗത്തിലും വേദനയിലും മനസ്സിലാക്കാനാവും. നിലവിൽ ചാഡ് സുഡാനുമായുള്ളവരുടെ അതിർത്തികൾ അടച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സംഘർഷങ്ങളിൽ ചഡിൻ്റെ നിരവധി സൈനികരും ജനങ്ങളും കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ നീക്കം. അതിർത്തി അടച്ചുവെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ അനുമതിയോടെ മനുഷ്യത്വപരമായ സഹായങ്ങൾ തുടർന്നും ലഭ്യമാക്കുമെന്നും ചാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുഡാന്റെ മണ്ണിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളും കൊലപാതകങ്ങളും തങ്ങളുടെ മണ്ണിലേക്കും ജനങ്ങളിലേക്കും വ്യാപിക്കാതിരിക്കാനാണ് ഈ നടപടി എന്നാണ് ചാഡിൻ്റെ വാർത്താവിനിമയ മന്ത്രി മുഹമ്മദ് ഗസീം ഷെരീഫ് പറയുന്നത്. 2023 ഏപ്രിലാണ് സുഡാനിൽ ഭരണവിഭാഗവും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ പോരാട്ടം തുടങ്ങിയത്. പതിയെ അത് ചാഡിൻ്റെ ഭൂപ്രദേശത്തും കുഴപ്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. അതിർത്തി അടച്ചാലും അടിസ്ഥാന ആവശ്യങ്ങൾക്കായി സർക്കാർ അനുമതിയോടെ സഹായങ്ങൾ നൽകുമെന്ന് ചാഡിൻ്റെ ഭരണാധികാരികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുന്ന സുഡാനിലേക്കുള്ള സഹായങ്ങളുടെ വാതിൽ അടഞ്ഞു എന്നതാണ് സത്യം. പട്ടിണിയിൽ നിന്നും യുദ്ധത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിലെ പ്രതീക്ഷകളും അടഞ്ഞിരിക്കുന്നു. സുഡാന്റെ തലസ്ഥാനമായ ഖർത്തൂമിൽ ഇപ്പോൾ നോമ്പ് തുറക്കാൻ മുൻപത്തേതിനേക്കാളും ആളുകളുണ്ട് എന്നാണ് അവിടുന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശത്തായിരുന്നു 2023 പ്രശ്നങ്ങൾ തുടങ്ങിയത്. അവിടെ നിങ്ങോട്ട് 10,000-കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിച്ചും കൊലപ്പെടുത്തിയും ഈ സംഘർഷം സുഡാന് ലോകത്തിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധി എന്ന UN വിശേഷണങ്ങളിലേക്ക് എത്തിച്ചു. കഴിഞ്ഞ വർഷം ഒന്ദുർമാൻ നഗരത്തിൽ വെറും 2 കുടുംബങ്ങളാണ് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രദേശത്ത് ഇപ്പോൾ ഞങ്ങൾ 12 കുടുംബങ്ങളുണ്ട് എന്ന് സിറ്റിയിലെ ഒരു തെരുവോരത്തിരുന്ന് അബ്ദുൽ ഖാദർ ഉമർ പറയുന്നു. അദ്ദേഹവും കുഴപ്പങ്ങളെ തുടർന്ന് നഗരം വിട്ട് പലായനം ചെയ്തതായിരുന്നു. സാധനങ്ങളൊക്കെ കിട്ടാനുണ്ടെങ്കിലും വില താങ്ങാനാവില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം.
ലോകബാങ്കിന്റെ കണക്ക് പ്രകാരം 2025 ഏറ്റവും മോശമായ അവസ്ഥയിലുള്ള കറൻസി സുഡാൻ്റേതായിരുന്നു. ഇപ്പോഴും ഔദ്യോഗികമായ അമേരിക്കൻ ഡോളറിന് 600 സുഡാൻ പൗണ്ട് എന്നാണ് കണക്ക്. അനൗദ്യോഗികമായത് 2000-വും 2500-ഉം ഒക്കെ വരും അത്രേ. അത്യാവശ്യ സാധനങ്ങളുമായി സ്വന്തം നാട്ടിൽ കുടുംബത്തോടൊപ്പം കഴിയാനാവുന്നു എന്നതാണ് വലിയ കാര്യമായി ഇവർ കാണുന്നത്. കുടുംബത്തിൽ ആരെയും കാണാതായില്ലല്ലോ എന്നാണ് ഇവരിപ്പോൾ ആശ്വസിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എപ്പോഴാണ് വെടിപൊട്ടുക, മിസൈലുകൾ വന്ന് വീഴുക എന്ന് ആലോചിച്ചായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ എപ്പോഴെങ്കിലും വരുന്ന ഡ്രോണുകൾ മാത്രമേ ഉള്ളൂ. ഒരു സുഡാനിയുടെ ആശ്വാസം ഇങ്ങനെയാണ്. കിഴക്കൻ സുഡാനിലെ പോർട്ട് സിറ്റി നഗരത്തിൽ തുർക്കി റെഡ് ക്രോസിന്റെ ഭക്ഷണമാണ് മിക്കവർക്കും ആശ്രയം. അവരാകട്ടെ നഗരത്തിൽ 1000 പേർക്കാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ താമസ സ്ഥലത്താണ് ഈ വിതരണം നടക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലായി 20,000 പേർക്ക് തങ്ങൾ റമദാൻ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് തുർക്കി റെഡ് ക്രോസിന്റെ കണക്ക്. സുഡാൻ റെഡ് ക്രോസുമായി ചേർന്നാണ് ഈ പദ്ധതികൾ പ്രവർത്തിക്കുന്നത്. വെള്ളപ്പൊക്കം കാരണം പൊറുതിമുട്ടുന്ന ഒരു ജനതയാണ് മൊസാംബിക്കിലുള്ളത്. 2,30,000 കുട്ടികളാണ് ഈ വർഷം രാജ്യത്ത് സ്കൂളുകളിൽ പോകാനാവാതെ കഷ്ടപ്പെടുന്നത്. കാരണം സ്കൂളുകളും വീടുകളും റോഡുകളും എല്ലാം വെള്ളപ്പൊക്കത്തിൽ തകർന്നു. കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയ മഴയും വെള്ളപ്പൊക്കവും കുറെ കാലത്തേക്ക് രാജ്യം വിട്ടു പോയില്ല. 430ഓളം സ്കൂളുകൾ വെള്ളപ്പൊക്കം കാരണം തകർന്നു. ബാക്കിയുള്ള സ്കൂളുകൾ ആവട്ടെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു. ജനുവരി 31-ന് ആരംഭിക്കേണ്ടിയിരുന്ന അക്കാദമിക വർഷം മിക്കവാറും ഈ ആഴ്ചയോ മറ്റോ മാത്രമേ ആരംഭിക്കൂ. നന്ദി.